നാം കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അവയെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന അനവധി ഗ്രഹങ്ങളും നിലനിൽക്കുന്നു. നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള ഈ ഗ്രഹങ്ങളെയാണ് എക്സോ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നമ്മുടെ ഭൂമിയെപ്പോലെ ആകുമോ? അവിടെ ജീവിക്കാൻ അനുയോജ്യമായ സാഹചര്യമുണ്ടാകുമോ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അന്വേഷിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഒരു പ്രധാന മാനദണ്ഡമാണ് എർത്ത് സിമിലാരിറ്റി ഇൻഡെക്സ്. മറ്റ് ഗ്രഹങ്ങളിൽ ജീവന്റെ സാന്നിധ്യം കണ്ടെത്തുക എന്നത് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ്. ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങൾ എങ്ങനെ കണ്ടെത്തുന്നു? അവയിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത എങ്ങനെ വിലയിരുത്തുന്നു? നമുക്ക് നോക്കാം. ആദ്യമായി എർത്ത് സിമിലാരിറ്റി ഇൻഡെക്സ് അഥവാ ESI എന്താണെന്ന് നോക്കാം. ഒരു ഗ്രഹം നമ്മുടെ ഭൂമിയോട് എത്രത്തോളം സാമ്യമുള്ളതാണ് എന്ന് അളക്കുന്ന രീതിയാണ് ESI. അതായത് ഒരു ഗ്രഹത്തിന്റെ മാസ്, ഡെൻസിറ്റി, ടെമ്പറേച്ചർ, റേഡിയസ് തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മുടെ ഭൂമിയോട് എത്രത്തോളം സാമ്യമുണ്ടെന്ന് കണക്കാക്കുവാൻ വേണ്ടി ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന രീതിയാണ് ESI എന്ന് പറയുന്നത്. സാധാരണയായി ESIയുടെ വാല്യൂ 0 മുതൽ 1 വരെയാണ്. ഒരു ഗ്രഹത്തിന്റെ ESI സ്കോർ 1-അടുത്തുള്ള വാല്യൂ ആണെങ്കിൽ ആ ഗ്രഹം നമ്മുടെ ഭൂമിയോട് വളരെ സാമ്യമുള്ളതാണ്. എന്നാൽ ഒരു ഗ്രഹത്തിന്റെ ESI വാല്യൂ 0-അടുത്തുള്ള വാല്യൂ ആണെങ്കിൽ ആ ഗ്രഹം നമ്മുടെ ഭൂമിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന്, ഒരു ഗ്രഹത്തിന്റെ ESI വാല്യൂ 0.9 ആണെങ്കിൽ അത് നമ്മുടെ ഭൂമിയോട് വളരെ സാമ്യമുള്ളതായി കരുതാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ESI വാല്യൂ ഉയർന്നതാണെങ്കിലും അവിടെ ജീവനുണ്ടെന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. ശാസ്ത്രജ്ഞർ എക്സോ പ്ലാനറ്റിനെ കണ്ടെത്താൻ ട്രാൻസിറ്റ് മെത്തേഡ്, റേഡിയൽ വെലോസിറ്റി, ഡയറക്റ്റ് ഇമേജിംഗ് പോലുള്ള നിരവധി രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. അവയെക്കുറിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകണമെങ്കിൽ ആ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും ശരിയായ ദൂരത്തിലായിരിക്കണം. ഈ അനുയോജ്യമായ പ്രദേശത്തെയാണ് ഹാബിറ്റബിൾ സോൺ എന്ന് വിളിക്കുന്നത്. ഇവിടെ ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ സാധിക്കും. പക്ഷേ ഒരു ഗ്രഹം ഹാബിറ്റബിൾ സോണിൽ ഉള്ളതുകൊണ്ട് മാത്രം അവിടെ ജീവനുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയില്ല. ആ ഗ്രഹം നമ്മുടെ ഭൂമിയെപ്പോലെ ആണോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിനായിട്ടാണ് ശാസ്ത്രജ്ഞർ എർത്ത് സിമിലാരിറ്റി ഇൻഡെക്സ് അഥവാ ESI ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞർ ചില എക്സോ പ്ലാനറ്റ്സിനെ ഭൂമിയോട് വളരെ സാമ്യമുള്ളവയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനുദാഹരണമാണ് കെപ്ലർ 452b. ഈ ഗ്രഹം നമ്മുടെ ഭൂമിയേക്കാൾ ഏകദേശം 1.6 മടങ്ങ് വലുതാണ്. നമ്മുടെ സൂര്യനെ പോലെയുള്ള ഒരു നക്ഷത്രത്തെയാണ് ഈ ഗ്രഹം വലയം വയ്ക്കുന്നത്. ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രഹത്തിൻ്റെ ESI സ്കോർ എന്നത് ഏകദേശം 0.83 ആണ്. അതായത് ഇത് നമ്മുടെ ഭൂമിയോട് വളരെ സാമ്യമുള്ള ഒരു ഗ്രഹമായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഗ്രഹമാണ് ട്രാപ്പിസ്റ്റ് 1e. ഈ ഗ്രഹത്തിന് ഏകദേശം നമ്മുടെ ഭൂമിയുടെ വലിപ്പമുണ്ട്. ഇത് ഒരു റോക്കി പ്ലാനറ്റ് ആണ്, അതായത് ഖരരൂപത്തിൽ ഉപരിതലമുള്ള ഗ്രഹങ്ങൾ. ഈ ഗ്രഹത്തിന്റെ താപനില ജീവന് അനുയോജ്യമായ പരിധിയിലായിരിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ഈ ഗ്രഹത്തിന്റെ ESI വാല്യൂ എന്നത് 0.85 ആണ്. അതായത് ഈ ഗ്രഹത്തിനെ നമ്മുടെ ഭൂമിയോട് വളരെ സാമ്യമുള്ള ഒരു ഗ്രഹമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിനെ ജീവന് അനുയോജ്യമായ ഗ്രഹങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അടുത്ത ഗ്രഹമാണ് പ്രോക്സിമ സെന്റൗറി b. ഈ ഗ്രഹം നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം 4.2 പ്രകാശ വർഷങ്ങൾക്കകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രഹത്തിനെയാണ് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള എക്സോ പ്ലാനറ്റായി കണക്കാക്കപ്പെടുന്നത്. ഒരു ചെറിയ റെഡ് ഡ്വാർഫ് നക്ഷത്രത്തിനെയാണ് ഈ ഗ്രഹം വലയം വയ്ക്കുന്നത്. ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഈ ഗ്രഹത്തിന്റെ ESI സ്കോർ എന്നത് ഏകദേശം 0.87 ആണ്. ഈ ഗ്രഹത്തിന് നമ്മുടെ ഭൂമിയുമായി വളരെ സാമ്യമുണ്ട്. പക്ഷേ ഇതിന്റെ നക്ഷത്രം വളരെ ആക്റ്റീവ് ആയതിനാൽ ഗ്രഹത്തിന് അനുഭവപ്പെടുന്ന റേഡിയേഷൻ വളരെ കൂടുതലായിരിക്കും. ഈ ഗ്രഹങ്ങൾ മാത്രമല്ല, ഇതുപോലെ ഭൂമിക്ക് സമാനമായ നിരവധി ഗ്രഹങ്ങളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ESI എന്നത് വെറും ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. ഒരു ഗ്രഹത്തിൽ ജീവിക്കാൻ അനുയോജ്യമായ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് കണക്കാക്കുന്ന ഒരു സൂചന മാത്രം. ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളെ കണ്ടെത്തുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെപ്പോലെ ലോകങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എർത്ത് സിമിലാരിറ്റി ഇൻഡെക്സ് പോലുള്ള രീതികൾ ഉപയോഗിച്ച് ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴും യഥാർത്ഥത്തിൽ മറ്റു ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്നത് ഇന്നും മറുപടി ലഭിക്കാത്ത ഒരു ചോദ്യമായി തുടരുകയാണ്. ഭാവിയിൽ കൂടുതൽ പുരോഗമിച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ രഹസ്യത്തിന് നമുക്ക് ഒരിക്കൽ വ്യക്തമായ ഉത്തരം ലഭിക്കുമെന്ന് കരുതാം. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.